ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചീസ് ബോൾ ആയാലോ. നല്ല പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്നതും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അടിപൊളി ചീസ് ബോളാണിത്. അപ്പം നിങ്ങളെല്ലാം ഇതും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ചീസ് ബോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ വെച്ചെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ കളറൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 3 മീഡിയം സൈസുള്ള സവാള ആയിട്ട് അത് കൂടിയിട്ട് കൊടുക്കാം. അതിലേക്ക് 3-4 പച്ചമുളക്, നിങ്ങൾ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ സവാളൻ്റെ കളറിലൊന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1/2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലിയാണ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ പൊടികളെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 kg പൊട്ടാറ്റോ, ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുള്ള 1/2 kg പൊട്ടാറ്റോ ഇതിലിട്ടതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കനോ ബീഫോ എന്തെങ്കിലും ഒന്ന് വേവിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ പൊട്ടാറ്റോ, സവാള പൊടികളിൽ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് തണിയാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി ഒരു മുട്ട എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ ബ്രെഡ് പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോൻ്റെ മിക്സിലേക്ക് ഒരു ചെറിയൊരു പീസ് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി എണ്ണത് കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി, നിർബന്ധമില്ല. പക്ഷേ ഇട്ട് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഇതൊരു ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. ഒന്ന് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ നടുക്ക് നമുക്ക് കുറച്ച് ചീസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ചീസ് ഏതായാലും കുഴപ്പമില്ല കേട്ടോ. ഇത് വീണ്ടും ഒരു ബോൾ പോലെ ഉരുട്ടിയെടുക്കാം. എന്നിട്ടൊന്ന് മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസിൽ മുക്കുക, ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. നമ്മൾ ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വരുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചീസ് ബോളും കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചീസ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്നതും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ല അടിപൊളി ചീസ് ബോളാണ്. ഇത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ പിന്നെ കാണാം. ബൈ, താങ്ക് യു.